ഞാൻ പെട്ടു. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. സോ ഞാനും നമ്മളെ ബേബി എടുത്തിട്ടുണ്ട്. നമ്മൾ കപ്പിൾ വ്ളോഗ്സിലൂടെയാണല്ലോ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഇന്ന് രാവിലെ എണീറ്റ് മടിയാണ് ഗൈസ്. വ്ളോഗ് ചെയ്യാനും എണീക്കാനും ഒക്കെ ഭയങ്കര മടിയില്ല. നമ്മളെന്തത്ര മടിയന്മാരെ. നമ്മള് നൈറ്റ് ചുമ്മാ ഇങ്ങനെ ബീച്ചിലൊക്കെ ചുമ്മാ പോയിരുന്നു തെണ്ടിത്തിരിഞ്ഞ് 1 മണി 2 മണി റൂമിൽ 3 മണിയൊക്കെ ആവും കടന്നുറങ്ങാന്. പിന്നെ രാവിലെ എണീറ്റ് ഇങ്ങനെ മടിയാകും ഒരു പക്ഷെ ഞാൻ കഷ്ടം. അപ്പൊ എനിക്ക് ഇങ്ങനെ മനസ്സിൽ വരും, ഓ എൻ്റെ ഓഡിയൻസ് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ പട്ടായിൽ ഞാൻ തെണ്ടിത്തിരിയാണോ എന്ന് അറിയാണ്ട് എൻ്റെ ഓഡിയൻസ് വെയിറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാണ് കേസ്. ഞാൻ തെണ്ടിത്തിരിയല്ല, ഞാൻ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നതാണ്. ഓക്കെ, ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ പേര് വരാൻ കാരണം ഇതാണ് കേസ്. മൊത്തം വെള്ളത്തിന്റെ മുകളിലാണ് ഈ മാർക്കറ്റ് കംപ്ലീറ്റ്ലി നിലനിൽക്കുന്നത്. നമ്മളെ നാട്ടിലാണ് ഒലിച്ചു പോയത്. കുറെ ആടുകളുണ്ട്. എൽഫി ഒരു ആടിന് വാങ്ങി കുഞ്ഞിന് കൊണ്ടു കൊടുത്താലോ? എന്താണ് അഭിപ്രായം? ബേബിയോ, ഞാനൊരു കാര്യം പറഞ്ഞെങ്കിൽ സാധിച്ചു തരുമോ? സാധിച്ചു തരുമെന്ന് പറയാ. ചോദിക്കണമെങ്കിൽ എന്തോ ഒരു ഉടായിപ്പ്. ഇന്ന് നമുക്ക് മസാജിന് പോയാലോ? പട്ടായിൽ വരെ വന്നിട്ട് മസാജിന് പോയില്ലെങ്കിൽ ഒരു വൈബില്ല ബേബി. എന്ത് പറയുന്നത്? നീ മസാജ് ചെയ്യണ്ട, എനിക്ക് പട്ടായ തായ് മസാജ് വേണം. തായ് മസാജ് അമ്മാവന്മാരെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അമ്മാവന്മാര് വേണ്ട, എക്സ്പീരിയൻസ് അത്രയും വർഷത്തെ ഇല്ല. അമ്മാവന്മാര് വേണ്ട, എനിക്ക് നല്ല നല്ല മസാജ് വേണം കേസ്. നല്ല മസാജ്. നമ്മളിന്ന് ഈവനിങ് എന്തായാലും മസാജിന് പോകും. മസാജ് ചെയ്യാൻ തരുന്നുണ്ട്. ഈവനിങ് എന്തായാലും നമ്മ മസാജിന് പോണം കേസ്. ഓക്കെ, പെയിന്റിംഗ് ഒക്കെ കേസ്. ഇതെന്തോ ജീവനുള്ള പോലെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. എന്റെ മോനെ ഇപ്പൊ ഒരു എനർജി വന്നിട്ട്. ഓ ഷിറ്റ് ഷിറ്റ് ഷിറ്റ്. ഓക്കെ, വാ അവരെല്ലാവരും താറ്റുന്നു ഗൈസ്. പിന്നെ നമ്മളെ ട്രാവൽ പാർട്ട്ണർ ട്രിപ്പ് വേലയാണ്. അവർ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുക്കുക. അവർ ബാങ്കോക്ക്, പട്ടായ, കാശ്മീർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രിപ്പൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ടീമാണ്. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചീപ്പ് റേറ്റിന് തായ്ലാൻഡും പട്ടായും അതുപോലത്തെ എല്ലാ സ്ഥലത്തേക്കും പോകാൻ കഴിയും. അവരുടെ സ്പെഷ്യൽ പാക്കേജും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുക്കുക. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ ലിങ്കും കൊടുക്കുക. ഓക്കെ, 2 സൈഡും വെള്ളമാണ് ഗൈസ്. കയറി ഇരുന്നല്ലോ അല്ലേ? കയറി ഇരുന്നല്ലോ. എവിടെ എത്തിയാലും ഫുഡാണ് നമ്മളുടെ മെയിൻ അല്ലേ? നല്ല ഭംഗിയുണ്ട് പോണ കാണാൻ. 50 ബാത്തിന്റെ ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ബീഫിന്റെ ഒരു ഇതാണ്. അതുപോലെ തന്നെ ഒരു കോക്കനട്ട് ഡ്രിങ്ക് ഓർഡർ ചെയ്തത്. ടേസ്റ്റ് നോക്കാം. കൂന്തൽ, ചെമ്മീൻ, കുറെ സാധനങ്ങൾ കിട്ടിയില്ല കണ്ടില്ലേ? കൂന്തൽ, ചെമ്മീൻ, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ? പക്ഷെ പാടത്തായിട്ട് തകർക്കാൻ കഴിയില്ല. ഹലോ ഹലോ, എന്ത് കിട്ടിയാലും കഴിച്ചോ. ഇവര് കുക്ക് ചെയ്ത് കൊടുക്കുന്നത് പട്ടിയാണോ പന്നിയാണോ ഒന്നും ഇവൾക്ക് നോക്കാറുണ്ടോ? ഫുഡ് അങ്ങ് കഴിച്ചു ഗൈസ്. 120 ഭാഗത്ത് നല്ല ഫുഡായിരുന്നു. ഇനിയിപ്പം കടന്ന് എവിടെയെങ്കിലും ഉറങ്ങല്ലേ ബേബി? ഓഹോ, നമ്മളിവിടെ ഉറങ്ങാനാണോ വന്നേ? നമുക്ക് അവിടെ പോയി മസാജ് ചെയ്തോണ്ട് കടന്നുറങ്ങാം. അതെ, ഇവിടെ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് ഇനി പുറത്ത് പോകണം. എന്തൊക്കെ പറഞ്ഞാലും കേസ് ഈ സാധനം കാണാൻ നല്ല ഭംഗിയാട്ടോ. ഞങ്ങളങ്ങനെ പുളിമിഠായി വാങ്ങിയിട്ട് ഇവിടെ നല്ല എന്താ പറയാ, ഈ റൈസിന്റെ പേരെന്താ? സ്കാൻ ചെയ്യാൻ. ഫ്രൈഡ് റൈസ്. നമുക്ക് സ്കാനൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. നമുക്ക് ഏതെങ്കിലും വാങ്ങാം, ചിക്കൻ നോക്കിയിട്ട് വാങ്ങാം. അപ്പം നമ്മൾ ഈ ചിക്കൻ ആട്ടോ വാങ്ങാൻ വന്നേ. കണ്ടോ, ഇതിന് അറൗണ്ട് 100 ബാത്ത്, അതായത് നമ്മളെ നാട്ടിലത്തെ 250 രൂപ കേട്ടോ. ഒരു ഹാഫ് ഫുൾ ചിക്കൻ അല്ലേ? നമ്മളെ നാട്ടിൽ 250-260 രൂപയ്ക്ക് ഒരു ഹാഫ് ഫുൾ ചിക്കൻ കിട്ടും. അവിടെയാണ് അതിൻ്റെ ഹാഫ് ഉണ്ട് 60 രൂപ, 120 രൂപ എന്ന് തന്നെ പറയാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. ഇപ്പോഴത്തെ പിന്നെ ഫുൾ ജ്യൂസ് കേട്ടോ. ഞങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നതല്ലേ അതായത് ഇവിടെ ഇല്ലാത്ത ജ്യൂസൊന്നുമില്ല, പലതരം മിക്സ്ചറിലാട്ടോ ജ്യൂസ് വരുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ വരെ ജ്യൂസ് ഉണ്ട്. കൊള്ളാം, ബേബി വാങ്ങിയാലോ? അതിങ്ങനാണ്ട് വെള്ളത്തിലേക്കാണ്ട് ഇറങ്ങി പോട്ടാ. സംഭവം കൊള്ളല്ലേ, വെറൈറ്റി അല്ലേ? ഞാനിത് നേരിട്ടില്ല, ആദ്യമായിട്ടാണ് ഈ കാണുന്നത്. റോട്ടിൽ നിന്ന് ഇങ്ങനാണ്ട് പോയിട്ട് വെള്ളത്തിലേക്കാണ്ട് പോയി ഗൈസ്. ഇപ്പോൾ ബോട്ടായി. എന്താ അല്ലേ? ഇനിയിപ്പോൾ എഞ്ചിൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓടിപ്പോവും. സംഭവം തന്നെ കേട്ടോ ഗൈസ്. അപ്പോൾ നോക്കണ ഞങ്ങളിപ്പം പട്ടായ ബീച്ചിലെത്തി. പിന്നെ മീശയും താടിയൊക്കെ ഒന്ന് ഷേപ്പാക്കി മസാജിന് പോവാണല്ലോ. ബേബി ഷേപ്പാക്കി തന്നു. മസാജിന് പോകുമ്പോൾ നമ്മൾ കുറച്ച് വൃത്തിയിലൊക്കെ പോകണ്ടേ ഗൈസ്. അപ്പൊ പെണ്ണ് കാണാൻ പോവല്ല, പക്ഷെ യുനോ നമ്മളൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ഉന്മേഷമാണ്. എൻ്റെ ഭയങ്കരമായിട്ട് ബോറായി കിടക്കുകയായിരുന്നു ഗൈസ്, എല്ലാം താടി മുടിയൊക്കെ. അപ്പോൾ ഒന്ന് വൃത്തിയായി തന്ന്. ആൻഡ് ലെറ്റ്സ് ഗോ ടു മസാജ് ഗൈസ്. അപ്പം എനിക്ക് നല്ലൊരു മസാജ് പാർലർ കണ്ടുപിടിച്ചത്. എന്തും വലിയ ബിൽഡിംഗ് അല്ലേ, മോളാന്ന് തോന്നുന്നു.
ബേബി തെങ്ങ്, ഞാൻ ഇപ്പൊ തെങ്ങിന്റെ അവിടെ തട്ടി വീണാനെ. നേരെ നോക്കിയതാണ്. ഇവിടെ ഇപ്പോഴും വേസ്റ്റ് എടുക്കുന്നുണ്ട്. ആ ഇതെപ്പോഴും എടുക്കും, വേസ്റ്റ് എടുത്തുകൊണ്ടിരിക്കും, കാരണം അല്ലെങ്കിൽ അറിയും, മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ എന്തായാലും വേസ്റ്റ് എടുത്താൽ എടുത്ത്, എടുത്തില്ലെങ്കിൽ എടുത്തില്ല. നമ്മുടെ വീട്ടിൽ തന്നെ വേസ്റ്റ് എടുക്കാൻ വരുന്നില്ല. നമ്മളിപ്പോ കറന്റ് ബീച്ചിലാട്ടോ, കണ്ടില്ലേ? നല്ല അടിപൊളി. ഈ ബീച്ച് എനിക്ക് ഇഷ്ടമല്ല. ഇത് കുറച്ച് എന്താ പറയാ, ക്രൗഡഡ് ആണ് ബീച്ച്. ഈ ബീച്ചിന്റെ ഫ്രണ്ടില് മൊത്തം ഈ മറ്റേ ഇതെന്താ ബോട്ട്, ബീച്ച് കാണില്ല. അത് ബോട്ട് സർവീസ് ഉണ്ട്. ബീച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടെ വേസ്റ്റ് എടുക്കുന്ന വണ്ടി ആട്ടോ, കണ്ടില്ലേ? ഇതിങ്ങനെ പൊക്കിയാണ്ട് കൊണ്ടുപോകും, എന്നിട്ട് വേസ്റ്റ് ആയിട്ട് തട്ടും. കൊച്ചി കൊച്ചി സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞില്ലേ? അങ്ങനെ ഞങ്ങൾ മസാജിന് കയറി. നടന്ന് 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 വലിയൊരു മസാജ് സെന്റർ. ബായല്ല, മസാജ് ഇത് തായ് മസാജാണ്. ചിലപ്പോൾ നല്ല പെയിൻ ഉണ്ടാവും, നല്ല പെയിൻ ഉണ്ടാവും. ബേബി പെയിൻ മുട്ടും കാലം ഇങ്ങനെ കയറ്റി കൊടുക്കണം. ചൂടാ എന്തടി? ചൂടുള്ള ടവൽ ആദ്യം ഒന്ന് വെക്കും, എന്താ പറയുക, നമ്മുടെ അടുക്കളൊക്കെ ഒന്ന് പോകാൻ. ഇവരോട് ഭയങ്കര സംസാരം കേസ്. ആ ഓക്കെ ഓക്കെ. ഞാൻ കാലൊക്കെ ഒന്ന് കഴുകാനും മറന്നു. സാൻഡ് സാൻഡ് സാൻഡ്. കാല് നിറച്ച സാൻഡാണ് കേസ്. ഒന്ന് കഴുകിട്ട് വരായിരുന്നില്ലേ? എന്റെ കാലിൽ ആരും അങ്ങനെ തൊടാറില്ല. ഞാൻ തൊടാറില്ലേ? അതെനിക്ക് വേദന ഉണ്ടാക്കാറുള്ളൂ. സെറ്റാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വട്ടെങ്കിൽ നിങ്ങൾ മസാജ് ചെയ്യണം കേസ്, ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. കാൽ മസാജസ് 1 മണിക്കൂർ മസാജിന് അറൗണ്ട് 200 ബാത്ത്, അതായത് നമ്മളെ നാട്ടിലത്തെ 500 രൂപയോളം വരും. ഇപ്പം ഞങ്ങൾ രണ്ടും മസാജ് ചെയ്തിരിക്കുന്നത് 1000 റുപ്പീ. ഇതൊക്കെ ക്യാഷ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ വരുന്നവർ ചിലപ്പോൾ ബാത്ത് കൺവേർട്ട് ചെയ്യുമ്പോൾ മറന്നു പോകും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ 500 രൂപക്ക് മസാജ് നമ്മുടെ നാട്ടിൽ എങ്ങനെ ആയാലും ഒരു 1000 റുപ്പീസ് ഒക്കെ പോലെ ഉറങ്ങിക്കും. 1 മണിക്കൂറിൻ്റെ ടൈം വേസ്റ്റ്. ഉറങ്ങണമെങ്കിൽ ഉറങ്ങി, കാരണം നമ്മളിന്നൊരു കേരള ഫുഡ് കഴിച്ചിരുന്നു. അപ്പം അതിൻ്റെ ഒരു മഴക്കത്തിലായിപ്പോയി. നല്ല സീസൺ ഫുഡ്, ചോറ്, സാമ്പാർ, മോര് കറി, ചെമ്മീൻ പൊരിച്ചത്, ബീഫ്, ചിക്കൻ, കൂന്തൽ, എല്ലാ ടൈപ്പ് ഉണ്ടായിരുന്നു. എന്തൊക്കെ റെസ്റ്റോറൻറ്റ് പേരെന്തായിരുന്നു? മലബാർ കിച്ചൺ, മലബാർ കേരള റെസ്റ്റോറൻറ്റ്. ഞാൻ ഫോട്ടോ അവിടെ കൊടുക്കട്ടെ, ഞങ്ങളൊരു ഫോട്ടോ എടുത്തിരുന്നു. നമ്മളെ കേരളത്തിലുള്ള ടീംസാണ് നടത്തുന്നത്. സോ നിങ്ങൾ വാക്കി സ്ട്രീറ്റിലൊക്കെ വരികയാണെങ്കിൽ നല്ല കേരള ഫുഡ് കിട്ടുന്ന അവിടെ പോയി നോക്കാം. ഈ കാല് കഴിഞ്ഞ് കഴിച്ച് ഇനി ഈ കാലും കൂടി ഉണ്ട്, തുമ്പം കഴിയാനോ. ഇത് കഴിഞ്ഞ റെഡി. എങ്ങോട്ട് ബേബി? ഉറങ്ങിയ സ്ലീപ്പിംഗ്? ഇക്ലിയാ? We are both relaxing, so much of relaxing. What? ได้อยู่ในกระเป๋าอ่ะกระเป๋าติดของพี่พลอย ലാസ്റ്റത്തെ പീഡനം എന്തായിരുന്നു? അയ്യോ എന്നെ പീഡിപ്പിച്ച്. അയ്യോ ഗൈസ്, മസാജ് ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ലാസ്റ്റത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു അടിപിടി സാധനം, ഭയങ്കര വേദന. ഇവിടൊക്കെ മുട്ടൻ കൈ കുത്തി അവരൊന്നായിട്ട് സീനായി. മുട്ടുകൈ അത് ഇവള് എടുത്തില്ല, അത് ഇവള് വീഡിയോ എടുത്തില്ല. മുട്ടുകൈ ഇതാക്കിയൊന്നും അവള് വീഡിയോ എടുത്തില്ല. ആ സമയത്ത് എന്നെ അവര് മുട്ടുകൈ കയറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നെ കഴിഞ്ഞ് ഞാനൊരു ലാസ്റ്റ് നിന്നെ ചെയ്തോണ്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്ത. ഞാൻ തെളിവാണല്ലോ, തെളിവ് വേണല്ലോ. ഇത് പറ്റിപ്പോയാല ഇങ്ങനെ ആയിപ്പോയാലെ. ലാസ്റ്റ് തല തിരിക്കണൊന്നും ക്ലിപ്പിലില്ലല്ലേ? ഒരു തല ഞാൻ ഇങ്ങോട്ട്. അപ്പൊ പിടിച്ചിട്ട് ഇങ്ങോട്ട്
നിങ്ങൾ ഈ സിനിമയില് കാണുന്നതൊന്നും അല്ല guys. അല്ല Thai guys, massage. Thai massage. അത് ഒരു ക്രൂര പീഡനാണ്. അത് കാലിന്റെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മള് ഭാഗ്യത്തിന് ഫുൾ ബോഡി എടുത്തില്ല. ഫുൾ ബോഡി എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ നട്ടല്ലൂരായിരുന്നു, സീനാക്കിയായിരുന്നു. നമ്മള് ചത്തുപോയേനെ. പിന്നെ ഞങ്ങൾ അവിടെ കണ്ടു ഒരു പെണ്ണ് ഒരു ചെങ്ങയുടെ മേത്ത് കേറി നിന്നിട്ട് ഇതിന്റെ പോലെ കണ്ടിട്ട് വേദന എടുക്കുകയായിരുന്നു. Anyway guys, hope you enjoyed the video. Like ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Catch you guys tomorrow. Bye. Bye.